നമസ്കാരം. കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ UDFന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ വലിയ രണ്ട് ആരോപണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണം, താൻ ഇവിടെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായ സമയം മുതൽക്ക് തന്നെ നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപൻ ഒരു തരത്തിലും അവിടെ പ്രവർത്തന കാര്യങ്ങളിൽ സഹകരിച്ചില്ല, തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അലംഭാവം കാണിച്ചു. ഒന്ന്. രണ്ടാമത്തത്, നിലവിലെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഒരു രീതിയിലും തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മുന്നൊരുക്കമോ അതിനൊരു നേതൃത്വമോ നൽകാതെ മാറി നിന്നു അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വട്ടം 19 സീറ്റുകളിലും വമ്പൻ വിജയം നേടിയ UDFന് തൃശ്ശൂർ പോലെയുള്ള ഒരു സിറ്റിംഗ് സീറ്റിൽ പുതിയ ഒരു സ്ഥാനാർത്ഥി വന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ച പ്രശ്നം എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനം സംസ്ഥാന വ്യാപകമായിട്ട് തകർന്ന് നശിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തകർന്ന് പോയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിലവിൽ പ്രാദേശികമായിട്ട് സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത ഉണ്ടായിരുന്ന MP ആയിരുന്ന വ്യക്തിയെ മാറ്റി നിർത്തി പുറത്തുനിന്ന് മറ്റൊരു MP ആയി വടകരയിൽ പ്രവർത്തിച്ചിരുന്ന മുരളീധരനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. ആ ചിന്താഗതി നോക്കുമ്പോൾ മൊത്തത്തിൽ കോൺഗ്രസ് 0 ഒരു തരത്തിലും കോൺഗ്രസിന് ഇത്തവണ വിജയിക്കാൻ അവിടെ സാധിക്കില്ല എന്നുള്ള ഉറപ്പ് മുരളീധരൻ ഉണ്ടായി എന്നുള്ളതിൽ തർക്കമില്ല. ആദ്യം തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഞങ്ങളിവിടെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്, കഴിഞ്ഞ വട്ടത്തെ സമാനമായിട്ടുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ മുന്നോട്ട് വന്നത്. മുരളീധരൻ മുന്നോട്ട് വരുന്നതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ, CPIയുടെ പ്രമുഖനായിട്ടുള്ള തൃശ്ശൂരിലെ നേതാവാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂർ BJP ജയിക്കുക, എന്താണ് ഈ പറയുന്നത്, തൃശ്ശൂർ LDF ജയിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായിട്ടോ അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെയോ എതിർക്കാതെ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് പോയ സുരേഷ് ഗോപിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഈ ചരിത്രപരമായിട്ടുള്ള മാറ്റം എന്നുകൊണ്ട് സ്ത്രീ ജനങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഭൂരിഭാഗം സ്ത്രീകളും സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വിചിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തുള്ള പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും മലയാളികൾ പോലും കൃത്യമായിട്ട് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞു, അദ്ദേഹം ഒരു 40,000 മുതൽ 60,000 വരെ വോട്ടുകൾക്ക് വിജയിക്കും. ഇതേ സമാനമായിട്ടുള്ള വിഷയങ്ങൾ പല മേഖലയിൽ നിന്ന് വരുമ്പോൾ നിലവിലെ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് KPCC യോഗത്തിൽ പ്രധാനപ്പെട്ട 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ തന്നെ MPയും ഒരു ജില്ലയുടെ DCC പ്രസിഡന്റുമായിട്ടുള്ള വ്യക്തിക്ക് എതിരെ, 2 വ്യക്തികൾക്കെതിരെ നിലവിൽ ആ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള വ്യക്തി ആരോപണം നടത്തുന്നത്. ഇവിടെ പ്രവർത്തന രംഗത്ത് നിന്ന് മാറിയിരുന്നു, പരാജയപ്പെടുത്താനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, കൂട്ടത്തിൽ മറ്റൊരു ആരോപണം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ വെന്റിലേറ്ററിൽ നിന്ന് ശവക്കുഴിയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPI പോലെയുള്ള അല്ലെങ്കിൽ CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലവിലെ വലിയ ഒരു വോട്ട് BJPക്ക് മറിച്ചിരിക്കുന്നത് CPM-ഉം BJPയും തമ്മിലുള്ള വലിയ ഒരു കൈകോർക്കലാണ്, സഖ്യമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയവും മുരളീധരൻ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിന് മുന്നോ തിരഞ്ഞെടുപ്പിന് ശേഷമോ തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല. ഇത് കാണുന്നത് അല്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്തിന്റെ ഭാഗമാണ്, എന്തടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നമ്മൾക്ക് ബോധ്യമാകും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ എല്ലാം ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്ന വ്യക്തിയാണ് TN പ്രതാപൻ. മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, തീരദേശ മേഖലയിൽ അതിസംഘടിതമായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുണ്ട് അരയ സമുദായത്തിന്. അപ്പൊ അരയ സമുദായത്തിന്റെ വോട്ട് കൃത്യമായിട്ട് അരയ സമുദായത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ ഒരു മേലാളനായി വളർന്നു വന്ന അല്ലെങ്കിൽ MP ആയും MLA ആയിക്കെ വളർന്നു വന്ന TN പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് അത് സംഘടിതമായിട്ട് തന്റെ പോക്കറ്റിലേക്ക് എല്ലാ തവണയും വരുത്തിയിരുന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ
അത് തനിക്ക് തന്നെ ലഭിക്കേണ്ടതായിരുന്ന വോട്ടുകൾ പോലും ഇപ്പോ കെ മുരളീധരൻ വന്നതിന്റെ പേരിൽ അത് സ്പ്ലിറ്റ് ആയി വലിയ ഒരു വിഭാഗം സുരേഷ് ഗോപിയുടെ പോക്കറ്റിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. സുരേഷ് ഗോപി അതെല്ലാം നേടിയെടുക്കുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും ബൂത്ത് തല പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുള്ള വലിയ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണം, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള വോട്ടുകൾ പോലും ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി നിരന്തരമായിട്ട് LDF-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് മറിച്ചെന്നും അതോടൊപ്പം തന്നെ തന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട അണികൾ നേതാക്കന്മാർ ആരും തന്നെ തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് KPCC യോഗത്തിൽ പോലും പറയണമെങ്കിൽ തൃശ്ശൂരിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ആരെന്തെല്ലാം പ്രചരണം നടത്തിയാലും സുരേഷ് ഗോപി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വലിയൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം LDF സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും എന്ത് യോഗ്യതയാണ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് സ്ത്രീ ജനങ്ങളുടെ വോട്ട് ശേഖരിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നിൽക്കുമ്പോൾ വ്യക്തമാണ്, ശക്തമാണ് ഒരു കാര്യം ബോധ്യപ്പെടും. സുരേഷ് ഗോപി മാത്രമാണ് തൃശ്ശൂരിലെ 7 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ജനങ്ങളുടെ വോട്ട്, 7 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ശതമാനം പോൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണക്കുകൾ കൃത്യമായിട്ട് നോക്കണം. എന്താണെങ്കിലും ഒരു 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലൊക്കെ എന്തായാലും പോൾ ചെയ്തിട്ടുണ്ടാവും. 6 അല്ലായിരിക്കാം, എങ്ങനെയായാലും ഒരു 7 ലക്ഷം തന്നെ ഒരു 5.5 6 ലക്ഷത്തോളം വോട്ടുകൾ എന്തായാലും തൃശ്ശൂർ പോൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും വോട്ടുകൾ പോൾ ചെയ്യുന്ന സമയത്ത് പോലും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതിൽ വലിയ ഒരു വിഭാഗം വോട്ട് സുരേഷ് ഗോപി സ്വാധീനിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തു എന്ന് തന്നെ പറയുന്ന വലിയ തരത്തിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നിഷ്പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ച് പോകാനുള്ള സാഹചര്യം തന്നെയാണ്. അപ്പൊ ഈ സാഹചര്യമൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ ഇതുപോലെ പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഒന്നും ഒരു ഇണക്കം പോലും UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഒരു ഷോക്കായിരുന്നു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും നേരിട്ട് സഞ്ചരിക്കാൻ സാഹചര്യം ഒരുങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ബൂത്തിലേക്കും ചെല്ലുന്ന സമയത്ത് അവിടെ 500 വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശത്ത് 500 മീറ്റർ അകലെയായിട്ട് പല ചുറ്റുവട്ടങ്ങളിലും LDF-ന്റെയും UDF-ന്റെയും BJP-യുടെ ഒക്കെ ചെറിയ ചെറിയ ബൂത്തുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ എല്ലാം പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാകും, സന്തോഷമുള്ളത് BJP-യുടെ പ്രവർത്തകരുടെ ഭാഗത്ത് മാത്രമാണ്. LDF-ന് UDF-ന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അവർക്ക് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് BJP-യും സുരേഷ് ഗോപിയും മുന്നോട്ട് പോയപ്പോൾ അതിനൊപ്പം ജനങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സേവന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതാണ്, അതൊക്കെ ഏത് തരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ തന്നെ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സുരേഷ് ഗോപിയുടെ ജനങ്ങളുടെ ഇടയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്വാധീനം അത് നിസ്സാരമല്ല, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ. ഇതൊക്കെ കൃത്യമായിട്ട് UDF-ഉം LDF-ഉം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ കൃത്യമായിട്ട് തന്നെ തന്റെ പക്ഷത്ത് നിന്ന് തനിക്ക് വേണ്ടിയിട്ട് എതിരെ നിന്നുകൊണ്ട് കാലുവാരിയത് ഈ പറയുന്ന TN പ്രതാപനും നിലവിലെ ജില്ലാ പ്രസിഡന്റുമാണ് എന്നുള്ള രീതിയിൽ ഒരു കുറ്റസമ്മതം, ഒരു ആക്ഷേപ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് KPCC യോഗത്തിൽ കെ മുരളീധരൻ പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതിന്റെ അർത്ഥം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്നുള്ളതാണ്. ബിബിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.